നല്ല മത്സരമായിരുന്നു ആക്ച്വലി. ഞാൻ കേട്ടിടത്തോളം ഇതുവരെ ഈ സീസണിൽ വന്ന മത്സരങ്ങളിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മത്സരമായിരുന്നു തോന്നുന്നു, മൊത്തത്തിൽ ഗെയിമിൻ്റെ ഒരു സ്പീഡ് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും നല്ല സ്റ്റാർട്ടാണ്. രണ്ടുപേരും ഒരേ സമനിലയിലാണെങ്കിൽ പോലും എന്തായാലും തോറ്റില്ല. നല്ല ഇനിഷ്യേറ്റീവാണ് മൊത്തത്തിൽ. ഇതിൻ്റെ എൻറ്റയർ വിഷൻ, ഈ സൂപ്പർ ലീഗിൻ്റെ തന്നെ വിഷൻ മൊത്തത്തിൽ നമ്മുടെ ഫുട്ബോൾ കൾച്ചറും ഇപ്പോൾ ഇതിൻ്റെ അടുത്ത വർഷമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷമോ ഇതിൽ നിന്നൊരു പേ ഓഫ് ഉണ്ടാവുമല്ല, ഒരു ലോങ് ടേം വിഷനാണ്. മേ ബി നെക്സ്റ്റ് ജനറേഷനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ജനറേഷനോ ഒക്കെ ആയിരിക്കും ഇതിൽ നിന്നുണ്ടാകുന്ന പേ ഓഫ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു ലോങ് ടേം വിഷനുണ്ട് സൂപ്പർ ലീഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ. പിന്നെ നമ്മുടെ കാലിക്കറ്റ് FC ടീമിനാണെങ്കിലും IBS ഗ്രൂപ്പാണെങ്കിലും അദ്ദേഹത്തിനും ഒരു ലോങ് ടേം വിഷനുണ്ട്. ഈ പറയുന്ന പോലെ ഒരു ജസ്റ്റ് അനദർ ക്ലബ്ബ് തുടങ്ങുക, അതിൻ്റെ അകത്തൊരു മോണിറ്ററി അങ്ങനെ എന്നുള്ള രീതിയിലല്ലാതെ കുറേ കൂടെ യങ് ടാലൻസിനെ നർച്ചർ ചെയ്യണം. ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഇവിടെ നിന്നുള്ള പുതിയ ടാലൻസ് വലിയ ലീഗുകളിൽ കളിക്കുന്ന പോലത്തെ ഒരു ജനറേഷനിലേക്ക് ബിൽഡ് ചെയ്യണം എന്നൊക്കെ ഉള്ള വലിയൊരു വിഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം. ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി വരുന്നു, ആവേശത്തോടെ കളി കാണാൻ വരുന്നു. ഇത്രയും ക്രൗഡ് ഈ മഴയത്തും ഇവിടെ വന്നിട്ട് കളി കാണാൻ വരുന്നു എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് എനിക്കപ്പോൾ ഇതിൻ്റെ രീതികളൊന്നും അറിയത്തൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ അടുത്ത് പെട്ടെന്ന് കമോൺ കാലിക്കറ്റ് FC കമോൺ എന്നൊക്കെ പറയാൻ പറഞ്ഞാൽ ഞാൻ പേടിച്ച് പോയത്. അപ്പോൾ എന്താ ഞാൻ ഇപ്പോൾ പറയട്ടെ, കമോൺ ഗൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ വെരി ഇൻട്രസ്റ്റിംഗ്, നല്ല സ്റ്റാർട്ടാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലബിൻ്റെ കൂടെ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു ജേർണിയുടെ ഭാഗമാകുമെന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണല്ലോ. ഇറ്റ്സ് എ ലോങ് ടേം. നേരത്തെ പറഞ്ഞ പോലെ നമ്മളും ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അപ്പോൾ എനിക്കും ഈ പറയുന്ന പോലെ ഇവരുടെ കൂടെ ഒരു ടീമിൻ്റെ കൂടെ വളരുക, ആ ക്ലബിൻ്റെ കൂടെ വളരുക എന്ന് പറയുന്നതും അത് ഒരു നാടിൻ്റെയും കൂടെ കൾച്ചറിൻ്റെയും കൂടെ ഭാഗമായിട്ട് വളരുക എന്ന് പറയുന്നത് കാലിക്കറ്റ് പോലത്തെ ഒരു സ്ഥലവും കൂടെ ആകുമ്പോൾ ഒരുപാട് കൾച്ചറലിയും എത്നിക്കലിയും ഒക്കെ റിച്ച് ആയിട്ടുള്ളൊരു നാടാണ്. അപ്പോൾ ആ നാടിൻ്റെയും കൂടെ സംസ്കാരത്തിൻ്റെയും ഒരു കൂടെ ഭാഗമാണല്ലോ എപ്പോഴും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. ഫുട്ബോൾ ടീമിൻ്റെ സെലക്ഷന് പോയിട്ടുണ്ട്, പക്ഷേ സെലക്ഷൻ കിട്ടിയില്ല, പുറത്താക്കിയത്. ഇതൊക്കെ നല്ല സ്റ്റാർട്ടാണ്. ഇതൊക്കെ ഇപ്പോൾ ടീമുകളെല്ലാം ഫോം ചെയ്തിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല, ഒരു 1-2 മാസമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എങ്ങനെയൊക്കെയാണ് ടീമായിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ കോച്ചസും ടീമിനും ഒക്കെ അറിഞ്ഞു വരേണ്ട സമയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മേ ബി പോകും തോറും ഇത് കുറേ കൂടെ ബെറ്റർ ആവും, കുറേ കൂടെ ഗെയിംസ് കുറേ കൂടെ ഇമ്പ്രൂവ് ആവും. എല്ലാ ടീമും, നോട്ട് ജസ്റ്റ് കാലിക്കറ്റ്, എല്ലാ ടീമുകളും തമ്മിലുള്ള കോർഡിനേഷൻസ് ഒക്കെ കുറേ കൂടെ ബെറ്റർ ആവും. കളി കുറച്ചുകൂടെ എനർജറ്റിക് ആവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.